ഹായ് ഹലോ, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി വിളിച്ച് പറഞ്ഞതിനനുസരിച്ച് ശ്രുതി പാർലറിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ശ്രുതി നീലിമയെ കണ്ട് ആദ്യത്തെ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. എന്നിട്ട് ശ്രുതി നീലിമയുടെ പിറകിൽ കണ്ണാടിയെ മുൻപിലായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നീലിമ ശ്രുതിയെ കാണുകയാണ്. നീലിമ ആണെങ്കിൽ ഇത് കണ്ടിട്ട് ശ്രുതിയെ കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ ഇവിടെ ശ്രുതിനെ കണ്ടു എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് നീലിമ. അങ്ങനെ നീലിമ ഫേഷ്യൽ നിർത്തി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ തന്നെ ശ്രുതി അവളെ പിടിച്ച് നിർത്തി ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയാണ്, എന്നെ പ്രണയം നടിച്ച് നീ വഞ്ചിച്ചു എന്ന്, എൻ്റെ ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് നീലിമയോട് ശ്രുതിയും കൂടി ചോദിക്കുകയാണ്. എന്നിട്ട് ശ്രുതി നീലിമയുടെ കഴുത്ത് ഞെരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നീലിമ പിന്നെയും രക്ഷപ്പെടുകയാണ്. അപ്പോൾ തന്നെ ശ്രുതി പിന്നെയും പിടിച്ചിരുത്തി. എന്നിട്ട് നീ തരാനുള്ള പൈസ തന്നിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയാണ്. നീലിമയാണെങ്കിൽ പൈസ കൊടുക്കില്ല എന്ന് പറയാണ്. 6 മാസം ഞാൻ ശ്രുതിയുടെ കൂടെ കഴിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ആ പൈസ ഇനി കൊടുക്കാനാവില്ല എന്നൊക്കെ നീലിമ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോട്, ശ്രുതി നീ പോലീസിനെ വിളിക്ക്, അപ്പോൾ ഈ കേസ് കൊടുക്കാമെന്ന് പറയുകയാണ്. പോലീസിനെ വിളിക്കുക എന്ന് പറയുമ്പോൾ നീലിമ ആണെങ്കിൽ ആകെ പരിഭ്രമത്തോടെ നിൽക്കുകയാണ്. അവൾക്കാണെങ്കിൽ കാനഡയിലേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. നാളെയാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് അപ്പം പിന്നെ നാളെ തന്നെ പോവാം, പൈസ എടുക്കുക, പൈസ തന്നെങ്കിൽ നിന്നെ വിടൂ എന്ന് പറയാണ്. പൈസ തന്നാൽ നിനക്ക് പോവാം, അല്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കാമെന്ന് പറയാണ്. പൈസ തന്നിട്ട് നീ സ്വർഗത്തിലോ നരകത്തിലോ എവിടേക്കെങ്കിലും നീ പോ എന്നൊക്കെ പറയാണ്. മലേഷ്യയിലേക്കോ കാനഡയിലേക്കോ ഒക്കെ പറയാണ്. നീലിമയാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോൾ ശ്രുതി അവിടെ ഇരുന്നിരുന്ന കത്രിക എടുത്ത് ഭീഷണിപ്പെടുത്തി അവിടെ ഇരുത്തി നീലിമയെ. രേവതിയാണെങ്കിൽ പൂ കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ നിർത്തിയിട്ട രേവതിയുടെ വണ്ടി കാണാനില്ല. സ്കൂട്ടർ ആരോ എടുത്തുകൊണ്ട് പോയി എന്ന് പറയാണ്. അപ്പോൾ ഒരു ചേട്ടനോട് ചോദിക്കുകയാണ് രേവതി, എൻ്റെ വണ്ടി ഇവിടെ കണ്ടോ, ഇത് എവിടെ, ചുവന്ന സ്കൂട്ടിയല്ലേ എന്ന് ആൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പോലീസുകാർ എടുത്തുകൊണ്ട് പോയി, നോ പാർക്കിംഗ് ഏരിയയിലല്ലേ നിർത്തിയിട്ടെ, അതുകൊണ്ട് പോലീസുകാർ എടുത്തുകൊണ്ട് പോയി എന്ന് രേവതിയോട് അയാൾ പറയാണ്. നീലിമയാണെങ്കിൽ ശ്രുതിയെയും ഭീഷണിപ്പെടുത്തി എങ്ങനെയെങ്കിലും നിങ്ങളെ ഞാൻ ജയിലിലകത്താക്കും, നിങ്ങൾക്ക് എതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറയാണ്. അവിടുന്ന് എങ്ങനെയെങ്കിലും നീലിമയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഓരോന്ന് പറയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് പറയണത്. അങ്ങനെ ശ്രുതി വിളിച്ച് പറഞ്ഞതിനനുസരിച്ച് പോലീസ് എത്തി. അപ്പോൾ ശ്രുതിയാണെങ്കിൽ പോലീസിനെ കണ്ടപ്പോൾ തന്നെ കയ്യിലിരുന്ന കത്രിക വേഗം മാറ്റി വെച്ചു. അപ്പോൾ പോലീസിനോട് പറയുകയാണ് ഇതാണ് കക്ഷിയെന്ന്. അപ്പോൾ നീലിമ പോലീസിനോട് പറയുന്നുണ്ട്, ഞാൻ ഇല്ലാത്ത കഥയാണ് ഇവരൊക്കെ പറയുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, തട്ടിയെടുത്ത ആ പണത്തിൻ്റെ കേസ് മുന്നേ കേസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ 5 ലക്ഷത്തിൻ്റെ, അപ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ള ആൾ ഇവളാണ് എന്ന് പറയാണ്. പോലീസ് പറയാണ് ഞങ്ങൾ തിരയുന്ന ഒരു പ്രതിയാണ് നീയെന്ന്. അപ്പോൾ നീലിമ പറയാണ്, ഞാൻ സോഷ്യൽ മീഡിയയിൽ 1 മില്യൺ ഫോളോവേഴ്സുള്ള ആളാണ് ഞാൻ നിങ്ങളുടെ പേരിൽ ഒരു ലൈവ് ഇട്ടാൽ നിങ്ങൾ കുടുങ്ങും എന്നൊക്കെ പറയാണ്. അങ്ങനെ നീലിമ പോലീസിനെയും ശ്രുതിയെയും ഭീഷണിപ്പെടുത്തി നിൽക്കുകയാണ്. എന്നിട്ട് നീലിമ പിന്നീടും പറയുകയാണ് ഞാൻ തട്ടിയെടുത്തിട്ടില്ല അവരെ പണം എന്ന്. അപ്പോൾ പോലീസ് പറയാണ് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കാമെന്ന് പറയാണ്. അങ്ങനെ നീലിമയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. നീലിമ പറയാണ് എനിക്ക് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കാനുണ്ട് എന്ന് പറയാണ്. അപ്പോൾ നീലിമയോട് പോലീസ് ചൂടാവുകയാണ്, എനിക്ക് അവിടെ ചെന്നാൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കാനറിയാം സത്യങ്ങളൊക്കെ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി സ്റ്റേഷനിൽ വന്ന പോലീസിനോട് പറയാണ് ഇത് ഞങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ടാണ്, ഇതിൽ നിന്നാണ് 50 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തത്, ഇതിന് തെളിവുണ്ടെന്ന് പറയാണ്. പിന്നെ ഇതൊന്നും അറിയാതെ രേവതിയാണെങ്കിൽ SI പുറത്ത് കാത്തിരിക്കുകയാണ്. അങ്ങനെ വിഷമത്തോടെ കാത്തിരിക്കുന്നുണ്ട് അവിടെ സ്കൂട്ടി വിട്ട് കിട്ടാൻ വേണ്ടി. പിന്നെ രേവതി അറിയുന്നില്ല ഇവർ ഈ ശ്രുതിയും നീലിമയും സ്റ്റേഷനിൽ ഇരിക്കുന്ന കാര്യം രേവതി അറിയുന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.